നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ട്രഡീഷണലായിട്ട് എല്ലാവർക്കും സുപരിചിതമായ ഒരു മീൻ പീരയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നത്തോലി ഫിഷ് വെച്ചിട്ടാണ് മീൻ പീര തയ്യാറാക്കുന്നത്. നമ്മൾ മീൻ പീര തയ്യാറാക്കാനായും തന്നെ നമ്മളൊരു വാളൻപുളി, ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ളത് നമ്മൾ ആദ്യം വെള്ളത്തിലിട്ട് മാറ്റി വയ്ക്കുകയാണ്. നമ്മൾ വാളൻപുളിയിലാണ് മീൻ പീര തയ്യാറാക്കുന്നത്. എല്ലാവരും കുടംപുളിയിലായിരിക്കും മീൻ പീര തയ്യാറാക്കുക. തേങ്ങയുടെ മിക്സ് തയ്യാറാക്കാനായിട്ട് ഒരു 6 പീസ് ചെറുപുള്ളി, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മിക്സിയുടെ അടിഭാഗത്ത് ഇട്ട് കൊടുത്ത സംഭവങ്ങളാണ് നമുക്ക് മെയിനായിട്ട് കൃഷി ചെയ്തെടുക്കേണ്ടത്. തേങ്ങ അധികം മിക്സ് ആവേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തെടുത്തു. നത്തോലി നല്ല രീതിയിൽ വാഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഉപ്പും വിനാഗിരി വെച്ചിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത്. ഇതിൽ വേണമെങ്കിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള വാളംപുളി ഒഴിച്ചിട്ടും ഒന്നും കൂടി വാഷ് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ചെറുപുള്ളി ഒരു 4 പീസ് കട്ട് ചെയ്തത്, ഒരു പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത്, അല്പം ഉപ്പ്, കാശ്മീരി മുളക് പൊടി, ഇത് ലൈറ്റായിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. നമ്മളിതിൽ അല്പം മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെഡിഷ് കളറാണ് നമ്മുടെ മീൻ പീര ഇരിക്കുക. സാധാരണ എല്ലാവരും യെല്ലോ കളറിലാണ് മീൻ പീര ചെയ്യുക. അല്പം മഞ്ഞൾപ്പൊടി, അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ മസാലയെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തു. അല്പം കറിവേപ്പില കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ നേരത്തെ കൃഷി ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ തീരുമാണ്. അല്പം പുളിയുടെ വെള്ളം, നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള വാളംപുളിയുടെ വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തു. അതിൻ്റെ വെള്ളം മാത്രമാണ് ഇതിലുള്ളത്, വേറെ വെള്ളമൊന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. ഇത് ശരിക്കും ഒരു ഡ്രൈ ആയ ഐറ്റം തന്നെയാണ്. ചട്ടിയിലായതുകൊണ്ട് ശരിക്കും അത് നല്ല രീതിയിൽ കുക്കായി വരും. നമ്മൾ ചട്ടി ഓഫ് ചെയ്താൽ അതിൽ ഫയർ നിൽക്കും, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 10 മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ കുക്കായിട്ട് നമ്മുടെ നത്തോലി മാറും. അധികം ടൈം വേണ്ട, പെട്ടെന്ന് കുക്കാവുന്ന ഫിഷാണ് നത്തോലി. ശരിക്കും ഫ്രൈ നല്ല ഡ്രൈ ആയിട്ട് കിട്ടി. ഇനി അല്പം വെളിച്ചെണ്ണ, കറിവേപ്പില വേണ്ടി ഗാർണിഷായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. അല്പം പച്ചമുളക് ഇട്ട് കൊടുത്ത് നമ്മൾ സെർവ് ചെയ്ത് മാറ്റി.